ഹലോ ഫ്രണ്ട്സ്, ഞാനേ മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത് തന്നെയാണ്. അവിടെ ചെന്നപ്പോഴാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് 2-3 ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു ഒരുപാടുണ്ടായോ എന്ന്. അപ്പം മേമ പറഞ്ഞു നീ താഴേക്കൊന്ന് നോക്കിയെന്ന്. അപ്പോഴാണ് നിറച്ച് കുരു കേട്ടോ, കിളികളൊക്കെ തിന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടത്. കുറേ തൈകൾ മുളച്ച് നിൽപ്പുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഉണ്ടായിരുന്ന 4-5 ഞാൻ നന്ദുവിനെ കൊണ്ട് പൊട്ടിച്ചു. നന്ദുവിന് തിന്നത് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടല്ല എന്ന് തോന്നുന്നു. ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നും ഇല്ലല്ലോ, പക്ഷെ ഒരു കപ്പലണ്ടിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് അമങ്ങിപ്പോകും. ഇതിലുണ്ടായിരുന്ന 4 ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കേട്ടോ നന്ദുവിനെ കൊണ്ട് ഞാൻ പറിച്ചേ. കാരണം ഇച്ചിരി ഹൈറ്റിലായിരുന്നു. ഈ മരം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. ഇനി എന്ത് ഫ്രൂട്ട് വെച്ചാലും പിന്നെ കിളികളുടെ ഒരു ബഹളമായിരിക്കും. അവർ കഴിച്ച് കഴിഞ്ഞ് ബാക്കി വല്ലതുണ്ടെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനൊരു 4-5 പൊട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഒരെണ്ണം അതിൽ ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് തത്തയ്ക്ക് കൊടുക്കാമല്ലോ. എനിക്കിങ്ങനെ ഒരുപാട് പഴുത്ത ആ ഒരു ടെക്സ്ചർ ഇഷ്ടമല്ല. അതിന് തൊട്ട് മുൻപത്തെ പരുവാണ് എനിക്ക് ഏത് ഫ്രൂട്ട് കഴിക്കാനും ഇഷ്ടം. ഇതെനിക്ക് കഴിച്ചപ്പോൾ ശരിക്കും കപ്പലണ്ടിയുടെ ടേസ്റ്റ് തന്നെയായിട്ടാണ് തോന്നിയത്. ഇതിന് മുൻപും ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടു ഇതിൻ്റെ കുരുവും നമുക്ക് കഴിക്കാം, പിസ്തയുടെ ടേസ്റ്റാണ് എന്നൊക്കെ കേട്ടാ. പക്ഷേ കിളികൾ ആ കുരുവൊന്നും കഴിക്കാതെ താഴെ ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്താ കാര്യം എന്നറിയില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്തയുടെ പരുവായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ പറയണേ. കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ടാകണം പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നുള്ള പേര് വന്നതുപോലും. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര സുപരിചിതമായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പം ആയി വരുന്നതുമുണ്ട്. 8 മാസം കൊണ്ടൊക്കെ ഒരു ഫ്രൂട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പം നഴ്സറികളിലൊക്കെ ഇത് വാങ്ങാനും കിട്ടുന്നുണ്ട്. നിങ്ങൾ കഴിച്ച